ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും സ്നേഹവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായുണ്ടാകട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, നിനഹാകാലത്തിൻ്റെ 3-ാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ ഞായറാഴ്ച നമുക്ക് സഭ ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 7 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ വചനഭാഗത്ത് 2 പശ്ചാത്തലങ്ങളാണ് നമ്മൾ കാണുന്നത്, 2 സംഭവങ്ങളും. ആദ്യത്തെ പശ്ചാത്തലം എന്ന് പറയുന്നത് കടൽ തീരമാണ്. ഈശോയുടെ സുവിശേഷ പ്രഘോഷണ മേഖലകളൊക്കെ കടൽ തീരങ്ങളും മലമുകളുമൊക്കെയാണ്. രണ്ടാമത്തെ സാഹചര്യവും പശ്ചാത്തലവും എന്ന് പറയുന്നത് മലമുകൾ തന്നെയാണ്. ഈശോ പ്രാർത്ഥിക്കുവാനായിട്ട് പിതാവിൻ്റെ പക്കലേക്ക് രഹസ്യത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട്, മലമുകളിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുവിശേഷങ്ങളിൽ മാത്രമല്ല, പഴയ നിയമത്തിലും മലമുകൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന ദൈവ സാന്നിധ്യമുള്ള സ്ഥലങ്ങളാണ് കരുതപ്പെടുക. ഇവിടെ കടൽ തീരത്ത് ഈശോ നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നത് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന സംഭവമാണ് പ്രധാനമായി. മറ്റ് സമാന്തര സുവിശേഷങ്ങൾ മത്തായിയിലും ലൂക്കായിലുമൊക്കെ അതിൻ്റെ പശ്ചാത്തലം നമ്മൾ കടൽ തീരത്ത് കാണുന്നുണ്ട്. ഇവിടെ മർക്കോസും അങ്ങനെ തന്നെയാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി മർക്കോസ് രേഖപ്പെടുത്തുന്നത്, ഈശോ രോഗശാന്തിയും അത്ഭുതങ്ങളും പ്രവൃത്തിയും കണ്ടുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ ഈശോയുടെ അടുത്തേക്ക് ഒഴുകിയെത്തുകയാണ്. അങ്ങനെ എത്തുന്നവരിൽ രോഗികളുണ്ട്, പിശാച് ബാധിതരുണ്ട്. രോഗികളെല്ലാവരും സൗഖ്യം പ്രാപിക്കുവാൻ വേണ്ടി ഈശോയുടെ പക്കലേക്ക് വരികയാണ്. ഇവിടെ ഒരു കാര്യം മർക്കോസ് സുവിശേഷകൻ സൂചിപ്പിക്കുന്നത്, ഈ ആളുകളെല്ലാം തിക്കി തിരക്കി വന്നു കഴിഞ്ഞപ്പോൾ ഈശോ കൂടുതൽ ഞെരുങ്ങുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശിഷ്യന്മാരുടെ ഒരു വള്ളം ദൂരേക്ക് മാറ്റിയിട്ട് അതിൽ കയറി മാറിയിരിക്കുകയാണ്. അതിനുശേഷമാണ് ആ സമയത്ത് വന്ന പിശാച് ബാധിതരായിട്ടുള്ള ആളുകൾ പോലും കർത്താവിൻ്റെ മുമ്പിൽ താണു വീണ് കുമ്പിട്ട് കർത്താവിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈശോയുടെ പക്കൽ കടന്നു വരുന്ന ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ ആ ഒരു സാന്നിധ്യം, ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാൻ വരുന്നവരുടെ പ്രതീകമായിട്ടാണ് അവർ നിലകൊള്ളുക. അതുമാത്രമല്ല, എല്ലാ രോഗങ്ങളും സൗഖ്യമാക്കുവാനും പൈശാചിക പ്രവണതകൾ പോലും ഇല്ലാതാക്കുവാനും കർത്താവിന് കഴിയും എന്ന് വലിയ ഒരു വെളിപ്പെടുത്തൽ ഈ ആരാധന വത്സരകാലത്ത് ആദ്യത്തെ ഈ സംഭവത്തിലൂടെ ചുരുളഴിയപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിലും രോഗങ്ങളുണ്ടാകുമ്പോൾ കർത്താവിലേക്ക് ഓടി അണയുവാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ പൈശാചിക പ്രവണതകളുണ്ടാവുക സ്വാഭാവികമാണ്. അത്തരത്തിലുള്ള പൈശാചിക പ്രവണതകളാണല്ലോ നമ്മളെ പാപത്തിലേക്ക് വഴി നയിക്കുന്നത്. അതുകൊണ്ട് പിശാചിൻ്റെ പിടിയിൽ പെടുന്ന അവസരങ്ങൾ, തിന്മയുടെ സ്വാധീനത്തിൽ പെടുന്ന അവസരങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ ഈശോയുടെ പക്കലേക്ക് നമുക്ക് ഓടി അടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൽ നിന്നുമൊക്കെ നമുക്ക് വിടുതൽ ലഭിക്കുമെന്ന് ഈ ആദ്യ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ പ്രബോധനം തരികയാണ്. അതുകൊണ്ട് ഈശോ എവിടെയായിരുന്നാലും, കടൽ തീരത്തായിരുന്നാലും തീരപ്രദേശത്തായിരുന്നാലും കരയിലായിരുന്നാലും എവിടെയായിരുന്നാലും ഈശോയുടെ അടുക്കിലേക്ക് ഓടി അണയുന്ന ഒരു ജീവിത ശൈലി നമുക്ക് നേടിയെടുക്കുവാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കാം. നമ്മളിന്ന് പലപ്പോഴും ഈശോയുടെ അടുക്കിലേക്ക് അണയുന്നതിന് പകരം മറ്റു പല സ്ഥലങ്ങളിലേക്കുമൊക്കെയാണ് ഓടി അണയുക. അല്ലെങ്കിൽ ഈശോയുടെ പേര് പറഞ്ഞുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് നമ്മൾ ഓടി അടുത്തുകൊണ്ട് അവിടെ നിന്നുമൊക്കെ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ഈശോയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കുന്നതിന് പകരമായി മറ്റ് പലർക്കുമാണ് നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, മറിച്ച് ഈശോയ്ക്ക് പ്രഥമ സ്ഥാനം
നമ്മുടെ ജീവിതത്തിൽ കൊടുക്കണമെന്ന് ഈ തിരുവചന ഭാഗം നമ്മളെ പരോക്ഷമായിട്ടാണെങ്കിലും അനുസ്മരിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഭാഗമെന്ന് പറയുന്നത് ഈശോ തൻ്റെ ശിഷ്യന്മാരെ 12 പേരെ തിരഞ്ഞെടുക്കുന്ന സംഭവമാണ്. അവൻ മലയിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മല എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാണ്. ഈശോ പലപ്പോഴും പ്രാർത്ഥിക്കുവാനായി മലമുകളിലേക്ക് ഏകാന്തതയിൽ പോയി എന്ന് സുവിശേഷം പറയുന്നുണ്ട്. അപ്പോൾ ഏകാന്തതയിൽ ദൈവസന്നിധിയിൽ പിതാവിൻ്റെ പക്കലേക്ക് ഈശോ അണയുകയാണ്. തൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരുമ്പോൾ ഈശോ തനിയെ മലമുകളിലേക്ക് പോയി അവിടെ പിതാവുമായി പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നു. ഇതിൻ്റെയൊക്കെ അർത്ഥം നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലും പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ സ്വയം തീരുമാനിക്കാതെ ദൈവഹിതം ആരായുവാനുള്ള ഒരു എളിമ നമുക്കുണ്ടാകണം. ദൈവഹിതം നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനോട് ചേർന്ന് സഹകരിക്കുമ്പോഴാണ് അനുദിന ജീവിതത്തിൽ എടുക്കുന്ന പദ്ധതികളൊക്കെ വിജയം കൊയ്യുവാനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ നമ്മൾ സ്വയം എടുക്കുന്ന പദ്ധതികളൊക്കെ പലപ്പോഴും പരാജയപ്പെട്ടു പോകുമ്പോൾ നമ്മൾ നിരാശപ്പെട്ടു പോകാം. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അഭയം തേടിക്കൊണ്ട് ദൈവഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം എന്താണ് ഈ പദ്ധതിയിൽ നിന്നും ആഗ്രഹിക്കുന്നത്, നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവത്തിൻ്റെ ഹിതത്തോട് ചേർന്ന് സഹകരിക്കുന്ന ജീവിത ശൈലി വളർത്തുമ്പോഴാണ് അവിടെയൊക്കെ നമുക്ക് ജീവിതത്തിൽ വിജയം കണ്ടെത്താനായിട്ട് സാധിക്കുക. അങ്ങനെ ഈശോ തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. ധാരാളം ആളുകൾ ഈശോയുടെ പക്കലേക്ക് മലമുകളിലേക്കായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കയറി ചെന്നു. അങ്ങനെ കയറി ചെന്നവരിൽ ഈശോ തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചവരിൽ നിന്നും 12 പേരെ തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. അവരുടെ പേരുകൾ പിന്നീട് വിവരിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന 12 പേരാണ്, ശിഷ്യന്മാരാണ്. ഈ 12 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ടും അവരെ തിരഞ്ഞെടുക്കുന്നത്. ഒന്ന്, തന്നോട് കൂടെ ആയിരിക്കുക. ഈശോയുടെ ശിഷ്യന്മാർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ തമ്പുരാൻ ഏൽപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കപ്പെടാൻ കഴിയണമെങ്കിൽ അടിസ്ഥാനപരമായി ശിഷ്യന്മാർക്കുണ്ടായിരിക്കേണ്ട ഗുണം എന്ന് പറയുന്നത് ഈശോയോട് കൂടെ ആയിരിക്കണം എന്നതാണ്. ആദ്യത്തെ ഭാഗത്തും ആ ഒരു ചിന്ത പരോക്ഷമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഈ രോഗികളും പിശാച് ബാധിതരുമൊക്കെ ഈശോയുടെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. അതുപോലെ തന്നെ ശിഷ്യന്മാരായിരുന്നാലും ഈശോയുടെ ശിഷ്യഗണത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെ എല്ലാവരും ഈശോയുടെ കൂടെ ആയിരിക്കുന്നവരായി മാറണം. മറ്റാരുടെയും കൂടെ ആയിരിക്കാൻ പാടില്ല എന്നതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ ജീവിക്കുക എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അത് പ്രാർത്ഥനാ ജീവിതമാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്കറിയാം, ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്ന അവസ്ഥയ്ക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മളവിടെ ഒന്നും സംസാരിച്ചില്ലെങ്കിൽ പോലും പ്രാർത്ഥനയിൽ നമ്മുടെ ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ അത് ഈശോയുടെ കൂടെ ആയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ആ ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത് ഈശോയാകുന്ന സ്നേഹത്തിൻ്റെ അനുഭവം നമ്മളിലേക്ക് പകർന്ന് തരപ്പെടുകയാണ്. അല്ലെങ്കിൽ സ്നേഹമാകുന്ന ഈശോയെ അനുഭവിക്കാനുള്ള അവസരമാണ് തന്നോട് കൂടെ ആയിരിക്കുന്ന അവസരം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഒരുപാട് പറയുവാനുണ്ട്. തൽക്കാലം ആ ഈശോയുടെ കൂടെ ആയിരിക്കുന്ന അനുഭവത്തിൻ്റെ ആ ഒരു ചിത്രം മാത്രം നമുക്ക് മനസ്സിൽ ധ്യാനിക്കാം. അതുകൊണ്ട് തന്നെ ശിഷ്യഗണത്തിൽപ്പെട്ടവരെല്ലാവരും പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവരായി മാറണമെന്ന് ഈശോ നമ്മളെ പരോക്ഷമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പ്രാർത്ഥനയിൽ നിന്നും അകലുക എന്ന് പറയുന്നത് ഈശോയിൽ നിന്നും അകലുന്നതിന് തുല്യമാണ്. ഈശോയിൽ നിന്നും അകലുന്ന എന്നാ സംഭവിക്കുന്നത്? നമ്മൾ പിശാച് ബാധിതരായി മാറുകയാണ്, അല്ലെങ്കിൽ പിശാചിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അങ്ങനെ പിശാചിൻ്റെ അടുത്തേക്ക് പോയാൽ നമുക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയില്ല. എല്ലാവരെയും വെറുക്കുവാനും ശത്രുക്കളായിട്ട് കാണാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ നിരന്തരമായ പ്രാർത്ഥനാ ജീവിതം ആവശ്യമാണ്. പ്രത്യേകിച്ചും ശിഷ്യഗണത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കാൻ കഴിയണമെങ്കിൽ ഈശോയുടെ സാന്നിധ്യാനുഭവം, ഈശോയിൽ വിലയം പ്രാപിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഉണ്ടാകണമെന്ന് ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത് പറയുന്നു, പ്രസംഗിക്കാൻ അയക്കപ്പെടുന്നതിന്. അതെ, കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ നിയോഗിക്കപ്പെടുന്ന വ്യക്തിയാണ് ഈശോയുടെ ശിഷ്യൻ. ഈ പ്രസംഗത്തിൻ്റെ രീതി 2 തലങ്ങളിലാണ്. ഒന്ന്, പ്രസംഗം വായ്മൊഴിയിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ഒരുപക്ഷെ എല്ലാവർക്കും അപ്പോൾ അങ്ങനെ ഒരു പ്രസംഗ പാഠവം ഇല്ലായിരിക്കാം. പക്ഷേ പ്രസംഗ പാഠവമില്ലെങ്കിൽ പോലും നമ്മുടെ സാന്നിധ്യം കൊണ്ട്
ചിലപ്പോൾ ഒരു ആശ്വാസ വാക്കുകൊണ്ട്, ചിലപ്പോൾ ഒരു പുഞ്ചിരി കൊണ്ട്, ചിലപ്പോൾ ഒരു സാന്ത്വന വാക്കുകൊണ്ട് ഒക്കെ നമ്മുടെ മറ്റുള്ളവർക്കൊക്കെ നമ്മൾ വചനം പ്രഘോഷിക്കുന്നവരായി മാറാം. അതുമാത്രമല്ല, വളരെ ശാന്തമായ ജീവിതം നയിച്ച് മൗനത്തിലൂടെ തന്നെ ജീവിത മാതൃക കാട്ടിക്കൊടുത്തുകൊണ്ടും സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ശിഷ്യഗണത്തിൽപ്പെട്ടവർ എല്ലാവരും തന്നെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചായിരുന്നവരും സന്യാസ പൗരോഹിത്യത്തിലേക്ക് വിളിക്കപ്പെട്ടവരായിരുന്നാൽ പോലും അവിടെയൊക്കെ ഈ ഈശോയുമായുള്ള ബന്ധത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ജീവിത മാതൃകയിലൂടെ അല്ലെങ്കിൽ മൗന സാന്നിധ്യത്തിലൂടെ അല്ലെങ്കിൽ ആശ്വാസ വാക്കുകളിലൂടെയൊക്കെ നമുക്ക് കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന വിളി അനുസരിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും ശിഷ്യത്വത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പരമപ്രാധാന്യം അർഹിക്കുന്ന ഒരു കടമയാണ് സുവിശേഷ പ്രഘോഷണം എന്നത് നമുക്ക് തിരിച്ചറിയാം. ഇനി മൂന്നാമതായിട്ട് പറയുന്നത്, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ പൗരോഹിത്യ സന്യാസത്തിലേക്കൊക്കെ പ്രവേശിച്ചിട്ടുള്ളവർക്ക് കർത്താവ് കൊടുക്കുന്ന ഒരു പ്രത്യേക അധികാരമാണ് പൈശാചിക ശക്തികളെ കീഴടക്കുക, വിടുതൽ കൊടുത്ത് മനുഷ്യരെ രക്ഷിക്കുക എന്നുള്ളത്. ഒരുപക്ഷെ എല്ലാവർക്കും പിശാചിനെ വിടുവിക്കാനോ അല്ലെങ്കിൽ വിടുതൽ കൊടുക്കാനോ പിശാചിനെ ഓടിക്കാനോ ഒന്നും അവസരം ലഭിച്ചില്ല എന്ന് വന്നേക്കാം. എന്നായിരുന്നാലും അൽമായരായിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും പൈശാചിക പ്രവണതകൾ മനുഷ്യരിലുണ്ടാകും. അപ്പോൾ ആ പ്രവണതകളെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് പൈശാചികമാണോ അതോ ദൈവികമാണോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവികമായതിനെ സ്വീകരിക്കുവാനും പൈശാചികമായതിനെ തിരസ്കരിക്കുവാനുമുള്ള നമ്മുടെ ഒരു വിവേചനാശക്തി അത് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിരന്തരമായി നിയന്ത്രിക്കപ്പെടുമ്പോഴാണ് നമുക്ക് ആ വിവേചനാശക്തി ലഭിക്കുന്നത്. ആ വിവേചനാശക്തിയിലൂടെ നമ്മൾ തിന്മയുടെ സ്വാധീനത്തെ മനസ്സിലാക്കുകയും അതിനെ വെറുക്കുവാനുള്ള ഒരു ആർജവം നമ്മൾ കാണിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ദൈവസന്നിധിയിൽ എപ്പോഴും നമ്മൾ സ്വീകാര്യരായി മാറുന്നത്. അതുകൊണ്ട് നമുക്ക് പിശാചുക്കളെ ഓടിക്കുക എന്ന് പറയുമ്പോൾ പൈശാചിക പ്രവണതകളെ ഉപേക്ഷിക്കുക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അപ്രകാരം നമ്മളെ ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക പ്രവണതകൾ വേട്ടയാടുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുവാനുള്ള നമ്മൾ സ്വയം എടുക്കുന്ന തീരുമാനങ്ങൾ അത് ദൈവസന്നിധിയിലേക്കുള്ള ഒരു അടുപ്പത്തിൽ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ശിഷ്യത്വത്തിൻ്റെ ഒരു ഭാഗമാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുക എന്നുള്ളത്. പിശാചുക്കളെ ബഹിഷ്കരിക്കുക എന്ന് പറയുമ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മളിലുള്ള പൈശാചിക പ്രവണതകളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. അപ്രകാരം നമുക്ക് ഓരോരുത്തർക്കും തന്നോട് കൂടെയായിരുന്നു കൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് പൈശാചിക പ്രവണതകളെ അതിജീവിച്ചുകൊണ്ട് ആ ശിഷ്യത്വത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള കൃപാവരത്തിനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോയുടെ 12 ശിഷ്യന്മാരിൽ ഒരാൾ തന്നെ ഒറ്റിക്കൊടുത്ത യൂദാസ്കറിയോത്തയാണെന്ന് വചനം പറയുന്നുണ്ട്. ഈശോ 12 പേരെ തിരഞ്ഞെടുത്തു ഉള്ളൂ എങ്കിൽ പോലും അതിലൊരുവൻ പിശാച് ബാധിതനായി മാറി എന്നുള്ളത് വലിയ ഒരു വിചിന്തനത്തിന് നമ്മൾ വിധേയമാക്കേണ്ട വിഷയം തന്നെയാണ്. നമുക്കറിയാം, സമൂഹമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ അവിടെയൊക്കെ എപ്പോഴും പൈശാചിക പ്രവണതകളുള്ള ആളുകളുടെ സാന്നിധ്യമുണ്ടാകാം, സാധ്യതകളുണ്ടാകാം എന്നത് ഈ വചനം നമുക്ക് നൽകുന്ന ഒരു സൂചനയാണ്. അതുകൊണ്ട് നമ്മളാരെയും വെറുക്കേണ്ട ആവശ്യമില്ല. കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പോലും അങ്ങനെയുള്ള പൈശാചിക പ്രവണതകൾ ഉണ്ടാവുകയും കർത്താവിനെ പോലും ഒറ്റിക്കൊടുത്ത യൂദാസ്കറിയോത്ത ഈശോയുടെ കൂടെയായിരുന്ന മനുഷ്യനായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കുമ്പോൾ അത്തരത്തിലുള്ള ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുന്നത് കൊണ്ട് എല്ലാവരും വിശുദ്ധരായിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതാണ് യൂദാസിൻ്റെ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈശോയുടെ ശിഷ്യഗണത്തിലുള്ള ആ ഒരു ജീവിത ശൈലി നമുക്ക് വളർത്തിയെടുത്തുകൊണ്ട് നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് വിശുദ്ധിയിലും നന്മയിലും വളർന്ന് എല്ലാ പൈശാചിക പ്രവണതയിൽ അതിജീവിച്ചുകൊണ്ട് സുവിശേഷം ജീവിക്കുന്നവരായി മാറാം. ഈശോയുടെ കൂടെ എപ്പോഴും ആയിരിക്കുന്നവരായി മാറാം. കർത്താവിൻ്റെ കൂടെ എപ്പോഴും ഓടിയെടുക്കുന്നവരായി മാറാം. അവിടുത്തെ കൃപയിൽ ജീവിക്കുന്നവരായി മാറാം. അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.